നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായി ഇന്ത്യയിൽ മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് മോഷണം എന്ന ആരോപണം. തീർച്ചയായും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം ഏറ്റവും വിലമതിക്കുന്ന അവകാശമെന്ന് പ്രഖ്യാപിക്കുന്ന വോട്ട് അത് മോഷ്ടിക്കുക അല്ലെങ്കിൽ അതിൽ കൃത്രിമം കാണിക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അപലപനീയമാണ്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങൾ വളരെയധികം ഡാറ്റയോടുൾപ്പെടെ ഫിസിക്കലായ എവിഡൻസ് ഉൾപ്പെടെ അതേപോലെ സൈറ്റ് വെരിഫൈ ചെയ്തിട്ടുള്ള ആരോപണങ്ങളാണ്. അതിനുടനെ തന്നെ പപ്പുമോൻ കുറേ കളിയാക്കൽ അതൊക്കെ ചെയ്യുന്നത് ശുദ്ധ അസംബന്ധമാണ്, അവരുടെ അറിയില്ലായ്മയാണ്. ഇതിനു മുമ്പും ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് ആരോപണങ്ങൾ വന്നപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അതിനൊരു വ്യക്തമായ ന്യായീകരണങ്ങളൊക്കെ നൽകാൻ മുന്നോട്ട് വന്നു. ഇപ്പോൾ എന്തുകൊണ്ട് വരുന്നില്ല? കാരണം അവർ പറയുന്നത് എഴുതി തരുക. എന്തിനാണ് എഴുതി തരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതൊരു കുറിക്കാനുള്ള പരിപാടിയാണ്. കാരണം എഴുതി ഒപ്പിട്ട് കൊടുത്താൽ അതിനെതിരെ ഉടനെ നിയമ നടപടികൾ എടുക്കും, അറസ്റ്റ് ചെയ്യും, പിന്നീട് കേസുകളല്ലേ, അത് പിന്നീട് കാണാമെന്നുള്ള വിചാരമായിരിക്കും. കൃത്യമായ ഒരു വിശകലനം അല്ലെങ്കിൽ കൃത്യമായ ഒരു മറുപടി തരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ അല്ലെങ്കിൽ BJPയോ ബാധ്യസ്ഥരാണ്. കഴിഞ്ഞ വർഷം 2024 ജൂൺ 5-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിച്ച സമയത്ത് എനിക്കും ചില സംശയങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം വളരെയധികം മുന്നേറിക്കൊണ്ടിരുന്ന ആ ട്രെൻഡിനൊപ്പം നിന്നിരുന്നിട്ട് പെട്ടെന്ന് അത് മാറുക എങ്ങനെയാണ്? അത് ഏവരുടെയും ഒരു സംശയമാണ്. നമുക്ക് കഴിഞ്ഞ വർഷത്തെ ന്യൂസ് ലൈവിലുള്ള ചില വീഡിയോസ്, ഒരു 30 സെക്കൻഡുള്ള ചില വീഡിയോസ് കാണിക്കാം, അതിനുശേഷം തിരികെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, ദേശീയ തലത്തിലെ മനോഹരമായ സ്ക്രീൻ ഇത് നോക്കൂ. ആ സ്ക്രീനിൽ 267 ഇടങ്ങളിൽ രാഹുൽ ഗാന്ധി ലീഡ് ചെയ്യുമ്പോൾ 230 ഇടങ്ങളിലേക്ക് മോദി ചുരുങ്ങുന്നു. മോദിയുടെ യുഗാന്ത്യത്തിന്റെ തുടക്കമോ അതോ രാഹുലിന്റെ ഉദയമോ? 267 ഇടങ്ങളിലാണ് ഈ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നത്. കേവല ഭൂരിപക്ഷത്തിന് 5 സീറ്റകലെ ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഇത് ഉന്മേഷമാർന്ന വിജയം, ഇത് ഉന്മാദമാർന്ന സ്ക്രീനാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരുപക്ഷേ വ്യത്യസ്ത ടെലിവിഷൻ ചാനലുകൾ വ്യത്യസ്ത സൂചനകൾ നൽകുന്നുണ്ടാവും. ദേശീയ തലത്തിലെ പ്രേക്ഷകരെ ഇതാ നോക്കൂ, രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ ഒരു തരംഗമാണോ ഇന്ത്യ കാത്തുവച്ചിരുന്നത്? ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. എല്ലാ എക്സിറ്റ് പോളുകളും എക്സിറ്റ് ആവുന്നു. എക്സാറ്റ് പോളിൽ രാഹുൽ ഗാന്ധിയുടെ തരംഗം. പ്രിയപ്പെട്ട രാഹുൽ, നിങ്ങൾ തോറ്റുപോയാലും ഈ ലീഡിനു നന്ദി, ഇത് ഇന്ത്യയുടെ നന്ദി. നോക്കൂ, വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 8718 ഉയർന്നിരിക്കുന്നു. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ സ്ത്രീകൾ വോട്ടെഴുതുന്നു, രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി വോട്ടെഴുതുന്നു. പ്രിയ രാഹുൽ, നിങ്ങൾ എഴുതുന്നത് രഹസ്യ കാവ്യം, നിങ്ങൾ എഴുതുന്നത് ഒരു രാഷ്ട്രീയ ചരിത്രം. നോക്കൂ, ഇതിൽ പറയുന്നത് പോലെ വളരെയധികം ട്രെൻഡിങ് ആയി നിൽക്കുന്ന സമയം, അതായത് ഇന്ത്യ മുന്നണിയും വളരെയധികം കട്ടയ്ക്ക് എന്ന് പറയുന്ന രീതിയിൽ നിന്നും ഇന്ത്യ മുന്നണി മുന്നോട്ട് പോകും. അതിനുശേഷം അന്നത്തെ TV കണ്ടവർക്കൊക്കെ അറിയാം, ഏകദേശം ഒരു 40 മിനിറ്റ് 50 മിനിറ്റോളം ഒരു അപ്ഡേറ്റ്സും ഇല്ല. ഇക്കാര്യം അന്ന് തന്നെ പ്രതിപക്ഷങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചിരുന്നു, പക്ഷേ അതിന് മറുപടിയില്ല. ഒരു 40-50 മിനിറ്റിന് ശേഷം വന്ന ന്യൂസുകൾ പെട്ടെന്ന് തന്നെ ഈ BJPയുടെ അല്ലെങ്കിൽ NDA സഖ്യത്തിൻ്റെ ലീഡ് വളരെയധികം ഉയർന്നു. 234 എന്നുള്ള 2 പേര് രീതിയിൽ ഒപ്പം വന്നു. 235 വന്നപ്പോൾ ഏഷ്യാനെറ്റിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം പിന്നീട് BJPക്ക് ഉയർച്ച തന്നെയായിരുന്നു. മോദി പിന്നിലായിരിക്കുന്നു. ഇതാദ്യമായി ഒരുപക്ഷെ ഈ 3 തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും സ്ക്രീനിൽ എഴുതേണ്ടി വന്നിട്ടില്ല, മോദി നിങ്ങൾ പിന്നിലാണെന്ന്. വ്യത്യസ്ത ടെലിവിഷൻ ചാനലുകളിലും ഇഞ്ചാണ് അദാനിയുടെ NDTVയിൽ കാണിക്കുന്നത് 277 NDA, 205 ഇന്ത്യ ബ്ലോക്ക് എന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിലും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. വീട്ടു നമ്പറില്ല 0, ഫാദറിൻ്റെ പേര് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, ഒരു മുറിയിൽ 80 പേര് താമസിക്കും. ഇതൊക്കെ എന്താണത്? എത്രമാത്രം അധപ്പതിച്ചു പോകുന്നു നമ്മുടെ രാജ്യമെന്ന് ഇതിനെ ഉത്തരം തരുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ ബാധ്യസ്ഥനാണ്.